നമസ്കാരം. പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് കേരളപ്പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പഴയതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതും കേരളത്തിലെ പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നായ കേരളപ്പഴനി എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പ്രദക്ഷിണ വഴിയിൽ. മധ്യ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 1985 പുതുക്കിയ ക്ഷേത്രം ചിന്മയാനന്ദ സ്വാമിയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. പിൽക്കാലത്ത് ദേവപ്രശ്നം നടത്തിയതിനെ തുടർന്ന് ക്ഷേത്രം പുനർനിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2009 പണി തുടങ്ങി 2010 ഫെബ്രുവരി 26 പൂയം നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പടിഞ്ഞാറ് ദർശനമായി 5 അടി പൊക്കമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗോപുരം തമിഴ് ശൈലിയിലാണെങ്കിലും ശ്രീകോവിലും മറ്റും കേരളീയ ശൈലിയിലാണ് ഉള്ളത്. അതേപോലെ ശ്രീകോവിലിന് 40 അടിയോളം ഉയരവുമുണ്ട്. ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. 1000 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് 239 കൽപ്പടവുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പളനി ക്ഷേത്രത്തിലേതുപോലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്താറുണ്ട്. ഉയരത്തിലെ സാമ്യം മാത്രമല്ല, പളനിയിലേതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാടും തലമുണ്ടനം ചെയ്യലാണ്. കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന പ്രമുഖ ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇവിടം. കാനനപാതയിലൂടെ ചെങ്കുത്തായ വഴിയിൽ കൂടി മറ്റൊരു റോഡും വാഹനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ ഏവർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിന് വട്ടശ്രീകോവിലാണുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്കും മറ്റും കൊത്തുപണികൾക്കുമായി തമിഴ്നാട്ടിലെ വിദഗ്ധ തൊഴിലാളികളാണ് നേതൃത്വം നൽകിയിരുന്നത്. 1000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും മനോഹരമായ കാഴ്ചകൾ കാണാനാകും. ദർശനത്തിനായും പ്രകൃതി സൗന്ദര്യം നുകരാനുമായി നിരവധി പേർ ദിവസവും ഇവിടെ എത്താറുണ്ട്. കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ വൃശ്ചിക മാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കർക്കിടക മാസത്തിലെ മഹാഗണപതി ഹോമവും ആനയൂട്ടും, കുംഭമാസത്തിലെ തന്നെ ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യപൂജ തുടങ്ങിയവയും പ്രധാനമാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. സ്വശരീരവും സ്വരൂപത്തെയും ത്യജിച്ച് സുബ്രഹ്മണ്യ സ്വാമി ചൈതന്യഗൃഹങ്ങളിലും പർവ്വത ശൃംഗങ്ങളിലും നദീവനാദികളിലും സഞ്ചരിച്ചുവെന്നും ഇങ്ങനെ സഞ്ചരിച്ച സുബ്രഹ്മണ്യ സ്വാമി ചോച്ചേരിക്കുന്നിൽ അധിവാസം ചെയ്തതായും സ്കന്ദമാഹാത്മ്യത്തിൽ കാണുന്നുണ്ട്. പുത്രന്റെ രൂപഭേദം തീരുന്നതിനായി പാർവതീദേവി ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചുവെന്നും വ്രതാവസാനത്തിൽ സുബ്രഹ്മണ്യ സ്വാമി സർപ്പാകാരത്തിൽ സർവദേവതാ സമന്വിതനായി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷഭൂതനായെന്നും മഹാവിഷ്ണുവിന്റെ കരസ്പർശത്തിൽ സർപ്പരൂപം മാറി സ്വരൂപത്തെ പ്രാപിച്ചുവെന്നും വാൽമീക ക്ഷേത്ര ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നു. ഉത്തര കേരളത്തിലെ പെരളശ്ശേരി സർപ്പദോഷ ശാന്തിയാർത്ഥം സുബ്രഹ്മണ്യോപാസന ചെയ്യുന്ന ഒരു സങ്കേതമാണ്. ഇപ്രകാരത്തിലുള്ള സുബ്രഹ്മണ്യ ചൈതന്യമാണ് ചോച്ചേരിക്കുന്നിൽ നിലകൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ജനിച്ചതിനു ശേഷം ഒരു കുട്ടിക്കുണ്ടായിരിക്കുന്ന തലമുടി മുഴുവനും ആദ്യമായി നീക്കം ചെയ്യുന്നത് മാതാപിതാക്കൾക്കിടയിൽ ഒരു സാധാരണ രീതിയാണ്. പളനിയിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും മുണ്ടനം ചെയ്യലാണ്. കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന പ്രസിദ്ധമായ ക്ഷേത്രം എന്ന നിലയിൽ ഇവിടം വളരെ പ്രാധാന്യമർഹിക്കുന്നു.
മുണ്ടന വഴിപാട് കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പട്ടും വേലും നടക്കൽ വെക്കുവാനും ഇത് കഴിഞ്ഞ് മേൽശാന്തി പൂജ ചെയ്ത ശേഷം കളഭം തേക്കുകയും ചിന്തുകാവടി എടുക്കുകയും ചെയ്യുന്നു. മുണ്ടന വഴിപാട് ചെയ്തവർക്ക് പാലഭിഷേകത്തിനും പട്ട് സമർപ്പിക്കുവാനും അവസരമുണ്ട്. മുണ്ടന വഴിപാട് നടത്തുന്നതിനായി വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. പാലഭിഷേകം എന്നത് മുരുകന്റെ പ്രധാന ആരാധനയാണ്. ഈ വഴിപാട് നിങ്ങളുടെ വീടിന് ഐശ്വര്യം നൽകുന്നു. ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറുന്ന ദിവസം അമ്മമാരുടെ നേതൃത്വത്തിൽ പാലഭിഷേക ഘോഷയാത്രയും നടത്തിവരാറുണ്ട്. ഒരു കുടം പാലുമായി ക്ഷേത്രത്തിന് ചുറ്റും വലം ചുറ്റുന്നതും ചടങ്ങാണ്. നിരവധി പേരാണ് ഇതിൽ പങ്കെടുത്തു വരുന്നത്. വേൽ സമർപ്പണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വഴിപാട് അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്ക് ഒരു വേൽ അർപ്പിക്കുന്നു. ഈ വഴിപാടിനോടൊപ്പം നിരവധി ആഘോഷ പരിപാടികളുമുണ്ട്. അർച്ചനത്തട്ട്. ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകളുടെ ഭാഗമായി നിരവധി പൂജാവസ്തുക്കളുള്ള ഒരു പ്ലേറ്റ് ദേവന് സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ അടിവാരം ഗണപതി കോവിൽ ഗണേശോത്സവം കൊണ്ടാടാറുണ്ട്. ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും ഒറ്റയപ്പം വഴിപാട് തേങ്ങയുടയ്ക്കൽ എന്നിവ ഇതിന്റെ ഭാഗമാകും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ 9 മുതൽ നട അടയ്ക്കുന്നത് വരെ അന്നദാനം ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും അന്നദാനം ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ലഭ്യമാകും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴികളുടെ ഈ അധ്യായം പൂർത്തിയാവുന്നു. നന്ദി.